സൂത്ര, എൻ്റെ ഒരു അമ്മാവൻ്റെ മോൻ വന്നിട്ടുണ്ട്. എപ്പോഴും തരികളെ സംശയങ്ങളാ. ചേട്ടാ ചേട്ടാ, ഒരു സംശയം. എത്തി. ചേട്ടാ, കായ ഉണ്ടാകുന്നത് മരത്തിലോ മൃഗത്തിലോ? കായ ഉണ്ടാകുന്നത് മരത്തിൽ. എങ്കിൽ ഞാനൊരു മരം കണ്ടു ചേട്ടാ, കറുത്ത കായ ഉണ്ടാകുന്ന മരമാ. ചേട്ടാ, കറുത്ത കായ എന്താ വരി വരിയായി നിൽക്കുന്നേ? വരിയായി നിൽക്കുന്നതും പിരിയായി നിൽക്കുന്നതും ഒക്കെ കായയുടെ സൗകര്യം. കൊമ്പൊക്കെ ഉണ്ട് ചേട്ടാ. കറുത്ത കായ്ക്ക് കൊമ്പോ? കായ്ക്കല്ല, മരത്തിനാ കൊമ്പ്. ഈ മണ്ടൻ ചേട്ടൻ കേട്ടില്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും നമ്മളെ ഒരു വിലയില്ല. എന്തിനാ ചേട്ടാ മരത്തിന് രോമം തൂങ്ങി നിൽക്കുന്നത്? മരത്തിന് രോമമോ? മോനെ, മരത്തിനാവുമ്പോൾ രോമം എന്നല്ല, വള്ളി എന്നാ പറയുക. കുറുക്കൻ ചേട്ടാ, എന്തിനാ മരം ശബ്ദം ഉണ്ടാക്കുന്നത്? എന്ത് ശബ്ദം? ശിലുശിലു, കുടുകുടു, ബടബട എന്നൊക്കെ. കാറ്റുണ്ടായിരുന്നോ? മരത്തിന് കൊമ്പും കാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാറ്റുണ്ടായിരുന്നില്ല കുറുക്കൻ ചേട്ടാ. മരത്തിനല്ല, ചുറ്റും കാറ്റ് വീശിയിരുന്നോ എന്ന്. ചുറ്റും കാറ്റ് വീശി, പക്ഷേ മരം വീശിയില്ല കുറുക്കൻ ചേട്ടാ. കാറ്റുള്ളത് കൊണ്ടാ മരത്തിന്ന് ശബ്ദം. അതെന്താ കുറുക്കൻ ചേട്ടാ? കുടുകുടു കുടുകുടു എന്ന ശബ്ദം, കൊമ്പുകൾ കൂട്ടിയിടിച്ചത്. ശലുശലു, ഇലകൾ ഇളകിയത്. പടപട ശബ്ദം. പടപട അല്ല സൂത്ര, ഭടപട. ഭടപട, കായ്കൾ കാറ്റത്ത് വീണത്. കായകൾ കാറ്റത്ത് വീണില്ല കുറുക്കൻ ചേട്ടാ. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും വീണതാവും. അതെയല്ലേ? കണ്ടോ, ഇങ്ങനെ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പിള്ളേര് മണ്ടാന്ന് വിളിക്കില്ല. പക്ഷേ ക്ഷമയോടാൻ പറ്റണ്ടേ? കുറുക്കൻ ചേട്ടാ, ഞാൻ കണ്ട മരം ദാ വന്നു. ഇങ്ങേരാണോ മരം? അതേനെ, കഴുത്തിൽ കായ, തലയിൽ കൊമ്പ്, പിന്നെ താടിയിൽ വള്ളി. വികലമായ പകലിൻ മുകിലിനു താഴെ പുകിലുണ്ടാക്കുന്ന സകല ജീവികളിലും നിന്നും അകലം പാലിക്കണം. അടുത്തു വന്നു തടുത്തു നിർത്തി കടുത്ത ചോദ്യങ്ങൾ തൊടുത്തുവിട്ട ഈ തുടുത്ത കടുവാക്കുട്ടിയെ കൊണ്ടു ഞാൻ മടുത്തു. കണ്ടോ, ശുലുശുലു കുടുകുടു ശബ്ദവും ഉണ്ട്.